ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ എന്താണ് ഈ ചാപ്റ്ററിന്റെ പോയിന്റ്സ് ഞാൻ പറയുന്നില്ല, പകരം നമുക്ക് എന്ത് ചെയ്യാം, അത് ഓരോരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ ഒരു പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? What is the common difference of the arithmetic sequence? എന്താണ് 2 and 3/4, 3 and 1/2, 4 and 1/4 എന്ന് പറഞ്ഞു പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കതിൽ അറിയാം, ഇതിലെന്താണ് 2 and 3/4, ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് ടേം. എന്ത് പറയും? ഫസ്റ്റ് ടേം എന്ന് പറയും അല്ലേ. അപ്പോൾ 3 and 1/2 എന്താണ്, സെക്കൻഡ് ടേം. അത് എന്താണ്, ഇത് തേർഡ് ടേം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കോമൺ ആയിട്ടൊരു സാധനമുണ്ട്, കോമൺ ഡിഫറൻസ്. എന്താണ് കോമൺ ഡിഫറൻസ്? നമ്മൾ സൂചിപ്പിക്കുന്നതാണ് എന്ത്, ഡി. എന്താണ് ഡി? ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ ഡിഫറൻസ് ആണ്. നമ്മൾ ആ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം എടുക്കരുത്, പകരം വേറെ ഏതെങ്കിലും ഒരു ടേം എടുത്തിട്ട് അതിന് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ടേം നമ്മൾ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് എന്ത്, കോമൺ ഡിഫറൻസ്. ഇവിടെ ഞാൻ എന്താണ് 4 and, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം 3 and 1/2. 3 and 1/2 അത് ഫസ്റ്റ് ടേം അല്ലല്ലോ, വേറെ ഏതൊരു ടേം അല്ലേ. അതെടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ടൈം ഏതാണ്, 2 and 3/4 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആരെ കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. പിന്നെ നമുക്കിവിടെ മനസ്സിലാവുന്ന കാര്യം, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എന്താണ് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. 3.5 നിന്ന് 2.25 കുറയ്ക്കുക എന്നുള്ളതാണ്. 3.5 നിന്ന് എന്താണ്ട 2.25. 3.5 നിന്ന് 2.25 എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 2.25 മുതൽ 3.5 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതല്ലേ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 2.25 നിന്ന് 3 എത്താൻ എത്രയാണ് നമുക്ക് വേണ്ടത്, കാലാണ്. കാൽ ഭാഗമാണ് വേണ്ടത്. അടുത്ത 3 നിന്ന് 3.5 എത്താനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, അരയാണ് വേണ്ടത്. കാലും അരയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, 3/4 കിട്ടുക. ഓക്കെ, 3/4. സോ ആൻസർ എന്താണ്, 3/4. ഓപ്ഷൻ ബി ആണ് എന്ത്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷെ ചിലർ പറയാറുണ്ട്, സാർ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റാറില്ല, ഇങ്ങനെയൊന്നും എന്താണ് തല വരാറില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾക്ക് വരേണ്ട തല എന്താണ്, ഇത് ബാക്കി അങ്ങ് ചെയ്യുക. 3 and 1/2 അല്ലേ. അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, മിക്സഡ് ആണ്, അതിനെ എന്താക്കുക, ഇംപ്രോപ്പർ ആക്കുക. 3 × 2 6, 6 1 7, 7/2 മൈനസ്. അടുത്ത 2 × 4 എന്താണ് 8, 8 3 11, 11/4 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് ഇവിടെ മുകളിലും താഴെ എന്ത് ചെയ്യാം, ഒരു 2 കൊണ്ട് ഇവിടെ ഡിനോമിനേറ്റർ 4 അല്ലേ ഇടാം. അപ്പോൾ ഇവിടെയും എന്താണ് 4 ആക്കാനായിട്ട് താഴെ 2നെ 4 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ മുകളിലും താഴെ ഞാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് എന്ത് ചെയ്തു, അങ്ങ് ഇൻറ്റു ചെയ്തു. അപ്പോൾ 7 × 2 14, 14/4 മൈനസ് 11/4. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ, 4 അതുപോലെ തന്നെ എഴുതുക, ന്യൂമറേറ്റർ മൈനസ് ചെയ്യുക. 14 മൈനസ് 11 എത്രയുണ്ട് ആൻസർ, 3/4. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് 2 മിനിറ്റ് എടുക്കുമെന്നുണ്ടെങ്കിൽ മറ്റേത് ചെയ്യാൻ നമുക്ക് എത്ര മിനിറ്റ് മതി, ഒരു 30 സെക്കൻഡിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. 1 മിനിറ്റ് പോലും വേണ്ട അത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് മസ്റ്റ് ആണ്. അതേണ്ട അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, ദി കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് √2, √8, √18, √32 എക്സെട്ര. അതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യണം മക്കളെ, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം √2 അങ്ങനെ തന്നെ നിൽക്കട്ടെ, √2 തന്നെ ശരി. √8 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 8നെ ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, 8 നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 4 എന്ന് കിട്ടും. 4നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 2 എന്ന് കിട്ടും. 2നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമുക്ക് ആൻസർ എന്ത് കിട്ടും, 1 കിട്ടും. ആദ്യത്തെ 2 2-ൽ നിന്നൊരു 2നെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങ് പുറത്തെടുക്കുക. അപ്പോൾ 2 ഞാൻ പുറത്തെടുത്തു. ഇനി അടുത്തൊരു 2നെ പെയർ ചെയ്യാൻ ഉണ്ടോ ഇവിടെ, ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യും, റൂട്ടിനകത്ത് തന്നെ ഇടും. 2√2 എന്താണ് മക്കളെ, 2√2. അതുപോലെ നമുക്ക് അടുത്ത എടുക്കാം √18. 18 എടുക്കുക, അതിനെ ഫാക്ടറൈസ് ചെയ്യുക. 18 നമുക്ക് ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 18ൽ 2 എത്ര ടൈം പോവും, 9 ടൈം. ഈ 9ൽ 2 പോവുമോ, ഇല്ല. പകരം പോകുന്ന നമ്പറാണ് 3 അല്ലേ. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്താണ്ട, 1. ഈ 2 3യിൽ നിന്ന് ഒരു 3യെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് പുറത്തെടുക്കാം. ഈ 2വിനെ പെയർ ചെയ്യാൻ ഒരു 2 ഉണ്ടോടാ ഇവിടെ, ഇല്ല. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് റൂട്ടിനകത്തിടാം. √2 എന്ന് കിട്ടും. സോ ആൻസർ എന്താണ്ടാ മക്കളെ, 3√2. √32 ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇനി എന്താണ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. 32നെ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യുക. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, 3ൽ 2 1 ടൈം. റിമൈൻഡർ ആയിട്ടുള്ള 1നെ 2ന്റെ ഫ്രണ്ട് വയ്ക്കുമ്പോൾ 12 ആണ്. 12ൽ 2 എന്താണ്ട 6 ടൈം ആണ്.
വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 16/2 8 ആണ്. 8നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 4 ആണ്. 4നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 2 ആണ്. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്താണ്ടാ 1 ആണ്. 2 2-ൽ നിന്നൊരു 2നെ പുറത്തെടുക്കാം. ഇവിടെ 2 2-ൽ നിന്നൊരു 2നെ പുറത്തെടുക്കാം. അപ്പൊ 2 × 2 എന്താണ്ടാ മക്കളെ 4 ആണ്. ഇനി ഒരു 2-ന് എന്താണ് പേരില്ല അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, റൂട്ടിനകത്തിടാം. സോ ഇനി നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പമാണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈം എടുക്കരുത്, ഫസ്റ്റ് ടൈം ഒഴികെ വേറെ ഏതെങ്കിലും ഒരു ടൈം സെലക്ട് ചെയ്യുക. ഞാൻ എന്താ ഇവിടെ 3√2 സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്താൽ അതിനെ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള നമ്പർ ആരാണ് 2√2 മൈനസ് ചെയ്യുക. എടാ 3√2-ൽ നിന്ന് 2√2 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് മക്കളെ 1√2. 3 - 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? നിങ്ങൾ എന്താണ് 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, വെറും √2ന്റെ ആവശ്യമേ ഉള്ളൂ. സോ ഇവിടെ ആൻസർ ഏതാണ്ട് ആൻസർ √2. ഏതാണ്ട് ആൻസർ √2. കോമൺ ഡിഫറൻസിന്റെ വാല്യൂ എത്രയാണ് √2 ആണ്. ഓക്കെ, അവിടെ മക്കൾ അടുത്ത ദിവസം നോക്കി 16th term of the arithmetic sequence 5, 12, 19, 26 etc. is dash. അതായത് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്താണ്ട 16th ടൈം 16ാമത്തെ ടൈം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ആ സീക്വൻസ് ഏതാണ്ട 5, 12, 19, 26 etc. ആണ്. നമുക്കിതിനെ ഡി മനസ്സിലാക്കുക. ഡി എത്രയുണ്ട, ഒരു ടൈം എടുക്കുക. അപ്പൊ 12 എടുത്താൽ അതിന് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള 5 മൈനസ് ചെയ്യുക. 12 - 5 എത്രയുണ്ട മക്കളെ ആൻസർ 7. അപ്പോൾ നമുക്ക് ഡി എത്ര കിട്ടി, ഡി എന്ന് പറഞ്ഞാൽ 7 ആണ്. നമുക്ക് ഇതിനകത്തുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്തുള്ള ഓരോ ടേമിനെയും 16ാമത്തെ ടേം എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, x16. എന്താണ്ട x16 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 16ാമത്തെ ടേം. എന്താണ് അതിന്റെ അർത്ഥം, 16ാമത്തെ ടേം എന്നാണ് അർത്ഥം. x16 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ടേം ഉണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള ആരെ അറിയാം, 5നെ അറിയാം അല്ലേ. x1 എന്ന് എഴുതി, എന്തെന്ന് എഴുതി, x1 എന്ന് എഴുതി. അപ്പോൾ x16 = ഞാൻ എഴുതി x1 എന്ന് എഴുതി. 1നോട് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 16 കിട്ടുക, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. പ്ലസ് എന്താണ് 15 കൂട്ടാൻ പറ്റും അല്ലെ. 1 + 15 ആണ് അല്ലെ. 1 + 15 ആണ് ഏത് 16 എന്ന് പറയുന്നത്. അപ്പോൾ x1 + 15d നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. അപ്പോൾ x16 ചോദിച്ചാൽ എന്താണ് x1 + 15d. ഓക്കെ, അതിൽ x1 ഫസ്റ്റ് ടൈം നമുക്ക് എത്രയെന്ന് അറിയാം, 5 എന്നറിയാം. 5 + 15 × d എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും മക്കളെ, d എന്ന് പറഞ്ഞാൽ 7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + 7 × 15 എന്താണ് മക്കളെ 105. എത്ര കേട്ടാ 105. സോ 5ഉം 105 കൂടെ നമുക്ക് എത്ര കിട്ടും ആൻസർ 110 കിട്ടും. ഓപ്ഷനിലുണ്ടോ 110? ഉണ്ട്. ഓപ്ഷൻ സിയുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സിയുടെ ആൻസർ 110 ആണ്. ക്ലിയർ, അത്രയേ ഉള്ളൂ. 20th term and 15th term of the arithmetic sequence whose common difference 5. d എത്ര പറയുന്നുണ്ട്, ഡിയുടെ വാല്യൂ 5 ആണ്. നമുക്ക് x20 20th ടേമിൻ്റെയും 15th ടേമിൻ്റെയും ഡിഫറൻസ് അല്ലേ വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 20th ടേമിൽ നിന്ന് 15th ടേം എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അതെന്തിന് ഇക്വലൻ്റ് ആയിരിക്കും ഇവിടെ, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇവിടെ 20 - 15 എത്രയാണ്, 5 അല്ലേ. സോ അത് 5dക്ക് എന്തായിരിക്കും, ഇക്വലൻ്റ് ആയിരിക്കും. അതായത് 5dക്ക് ഇക്വലൻ്റ് ആയിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡിയുടെ വാല്യൂ എത്രയാണ് 5. സോ 5 × 5 എത്രയാണ് മക്കളെ ആൻസർ 25. അപ്പോൾ ആ ഡിഫറൻസ് എത്രയാണ്, ഡിഫറൻസ് 25 ആണ്. ഇവിടെ ഈസി അല്ലേ, ഈസി ക്വസ്റ്റ്യൻ ആണിത്. എടാ മക്കളെ അടുത്ത ദിവസം നോക്കിയേ. ഇഫ് ദി 16th term ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 47 അല്ലെ, S16 എന്ന് പറഞ്ഞാൽ 16ാമത്തെ ടേം എത്രയാണ്, 16ാമത്തെ ടേം 47 ആണ്. വാട്ട് ഈസ് ദി സം ഓഫ് 31st term, അതായത് 31ാമത്തെ ടേം വരെയുള്ള എൻ്റെ സം നമുക്ക് എന്ത് ചെയ്യണം, വേണം. അതായത് നമുക്ക് വേണ്ട സാധനം S31 31 ടേമിൻ്റെ സം വേണം. അപ്പൊ സമ്മിൽ ചോദിക്കുമ്പോൾ 31 എന്ന് പറയുന്ന നമ്പർ ഓഡാണോ ഈവൺ ആണോ? 31 എന്ന് പറയുന്ന നമ്പർ എന്താണ്ടാ, ഓഡാണ് അല്ലെ. ലാസ്റ്റ് 0, 2, 4, 6, 8 വന്നാൽ അത് ഈവൺ നമ്പർ. ലാസ്റ്റ് 1, 3, 5, 7, 9 വന്നാൽ അതെന്താണ്ട, ഓഡ് നമ്പർ. ഇവിടെ ലാസ്റ്റ് 1 ആണല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ 31 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അപ്പൊ ഓഡ് നമ്പറിന്റെ സം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 31ന്റെ കൂടെ എന്ത് ചെയ്യുക, 1 കൂടെ കൂട്ടുക, എന്നിട്ട് ബൈ 2 ചെയ്യുക. 31നോട് 1 കൂട്ടിയാൽ 32, 32ന്റെ പാതി എത്രയായി 16. അതായത് 31 ടേമിന്റെ സം പറയുമ്പോൾ ഈ 31 ടേമിന്റെ മിഡ് ടേം ആരാണ്, 16 ആണ്. എന്താണ്ട 16. അപ്പോൾ 31 ടേമിന്റെ സം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇതാണ്, മിഡ് ടേം ഇൻറ്റു എന്താണ്ട, മിഡ് ടേം ഇൻറ്റു
നമ്പർ ഓഫ് ടേംസ്. മിഡ് ടേം ഇൻറ്റു എന്താണ്? നമ്പർ ഓഫ് ടേംസ്. മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടുത്തെ മിഡ് ടേം എന്ന് പറഞ്ഞാൽ ആരാണ്? x16 ഇൻറ്റു ഇവിടെ എത്ര ടേമിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്? 31 അല്ലേ? ഇൻറ്റു 31. x16 മിഡ് ടേം ഇവിടെ എത്രയാണ് ആൻസർ? 47 ഇൻറ്റു 31. നമുക്ക് ഫൈനൽ ആൻസർ ഇവിടെ കിട്ടുക 1457. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1457 കിട്ടും. 1457. സോ ഇതാണ് ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് പഠിച്ചു വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഷുവർ മസ്റ്റ് ആണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കട്ടായം ചോദിച്ചിരിക്കും. എന്താണ്? ഒരു മാറ്റവും എന്താണില്ല. സോ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഇത് വർക്കൗട്ട് ചെയ്യുക. എടാ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ സം ഓഫ് ദി 15th and 16th ടേം അല്ലേ, x15 പ്ലസ് x16 15ാമത്തെയും 16ാമത്തെയും ടേമിന്റെ സമ്മ് 122 ആണ്. ദെൻ വാട്ട് ഈസ് ദി സം ഓഫ് ദി ഫസ്റ്റ് 13 ടേം? ആദ്യത്തെ 30 ടേമിന്റെ സം വേണം. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് പ്രീവിയസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്ടാ? ഓഡ് നമ്പർ ആണല്ലേ. സം എന്താണെന്ന് ചോദിച്ചാൽ ഓഡ് നമ്പർ. ഇവിടെ 30 എന്ന് നമ്പർ പറയുന്ന നമ്പർ എന്ത് നമ്പറാണ്ടാ മക്കളെ? അതൊരു ഈവൺ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ അതിനിവിടെ നമ്മൾ എന്താണ് സം കണ്ടുപിടിക്കുന്നതിന് ഒരു പ്രത്യേകമായ രീതിയുണ്ട്. 30ന്റെ പകുതി എടുക്കുക. 30ന്റെ പകുതി എത്രയാടാ? 15. 30ന്റെ പകുതി എത്രയാണ്ടാ? 15. അപ്പോൾ 15ഉം 16ഉം ആണ് എന്ത്? മിഡിൽ ടൈം. എന്താണ്? 15ഉം 16ഉം ആണ് എന്ത്? മിഡിൽ ടൈം. 15ഉം 16ഉം ഇതൊരു പെയറാണ്. ഇനി 15 കുറഞ്ഞു വരും, 16 കൂടി പോകും. 15 കുറഞ്ഞ അടുത്ത 14ഉം 17ഉം എന്താണ്ട ഒരു പെയറാണ്. അടുത്ത 13ഉം 18ഉം എന്താണ്? ഒരു പെയറാണ്. ഇതിങ്ങനെ എന്താ ചെയ്യും? ഈ പെയർ എന്ത് ചെയ്യും? കൂടി 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 എന്ത് ചെയ്യും? പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഇതിൽ എത്ര പേർ ഉണ്ടാവും? ഇതിൽ ടോട്ടൽ 15 പേരുണ്ടാവും. എത്ര പേരുണ്ടാവും? 15 പേരുണ്ടാവും. എത്ര പേരുണ്ടാവും മക്കളെ? 15 പേർ. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാലും മതി. ഇവിടെ 30 അല്ലേ, 30നെ എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. സോ അതിനകത്ത് 15 പേരുണ്ടാവും എന്ന് ആലോചിച്ചാലും മതി. ഓക്കെ. അപ്പോൾ ഇതിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. എന്താണ്? സം ഓഫ് വൺ പെയർ. ഒരു പെയറിന്റെ എന്താണ്? സം ഇൻറ്റു നമ്പർ ഓഫ് പെയർ ആണ്. ഇൻറ്റു നമ്പർ ഓഫ് പെയർ. അതായത് ഇവിടെ 15ഉം 16ഉം എന്ന് പറയുന്ന 2 പെയർ, ഈ ഒരു പെയറിന്റെ എന്ത് പറയുന്നുണ്ട്? സമ്മ് പറയുന്നുണ്ട്. എത്ര എന്ന് പറയുന്നുണ്ട്? 122 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ x15 പ്ലസ് x16 അതാണ് എന്ത്? ഒരു പെയറിന്റെ സമ്മ് ഇൻറ്റു നമ്പർ ഓഫ് പെയർ. ഇവിടെ എത്ര പേരുണ്ടോ മക്കളെ? ഇവിടെ 15 പേരുണ്ട്. എത്ര പേരുണ്ട്? 15 പേരുണ്ട്. അപ്പോൾ x15 പ്ലസ് x16 ആ ഒരു പെയറിന്റെ സമ്മ് ഇവിടെ എത്രയാണ്? 122 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 15 ചെയ്താൽ മതി. 122 ഇൻറ്റു എന്താണ്? 15. നമുക്ക് എത്ര കിട്ടും? ആൻസർ 1830 കിട്ടും. എത്ര കിട്ടും? 1830 എന്നുള്ള എന്താണ് ഒരു ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കടാ. വാട്ട് ഈസ് 10th ടേം ഫ്രം ദി ലാസ്റ്റ് ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 1, 5, 9, 13 അപ് ടു എക്സെട്ര 201? അതായത് 1, 5, 9, 13 എക്സെട്ര അപ് ടു 201 അല്ലേ. ഇതിൽ അവസാനത്തെ ടൈമിൽ നിന്ന് 10ാമത്തെ ടൈമിന്റെ എന്താണ്? അത് അല്ലെങ്കിൽ അവസാനത്തെ ടൈമിൽ നിന്ന് 10ാമത്തെ ടൈം ഏതാണ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് തലയിരിച്ചെഴുതുക. 201 എന്താണ്? കുറെ ഡോട്ട് ഇടുക. 13, 9, 5, 1 ഇങ്ങനെ അങ്ങ് എഴുതുക. ഇതിന്റെ 10ാമത്തെ ടൈം കണ്ടുപിടിച്ചാൽ പോരെ. x10 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? x1 പ്ലസ് 9d അങ്ങ് ഉപയോഗിച്ചാൽ പോരെ. x10 ഈക്വൽ ടു നമുക്ക് x1 അറിയാം. അപ്പോൾ അതിനോടൊപ്പം എന്താണ്? 9d അങ്ങ് കൂട്ടിയാൽ പോരെ. x1 എന്ന് പറഞ്ഞാൽ 201 ആണ്. പ്ലസ് 9 ഇൻറ്റു ഇവിടെ d എത്രയുണ്ടാ? ഇതിൽ d എത്രയാണ്? d ഇവിടെ നമുക്ക് ലാസ്റ്റ് ടൈം ഞാൻ 1 എടുക്കണം. 1 എടുത്താൽ അതിന് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള 5നെ മൈനസ് ചെയ്യുക. 1 മൈനസ് 5 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? -4. അപ്പോൾ d എത്രയാണ്? -4. അപ്പോൾ 9 ഇൻറ്റു -4. 201 അതുപോലെ എഴുതുക. 9 ഇൻറ്റു -4. 9 ഇൻറ്റു -4 എത്രയുണ്ടാ മക്കളെ? -36. അപ്പം 301 മൈനസ് എന്താണ്? 36. സോറി 201 മൈനസ് എന്താണ്? 36. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 165 കിട്ടും. എത്രയോടെ? 165. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എടാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദി സം ഓഫ് ടേംസ് ഫ്രം 4th to 10th ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 84. ഏതോ ഒരു സീക്വൻസ് ഉണ്ട്, അതിന്റെ 4ാമത്തെ ടൈം മുതൽ 10ാമത്തെ ടൈം വരെയുള്ള സം എത്രയുണ്ട? 84 ആണ്. വാട്ട് ഈസ് ദി
സെവന്ത് ടേം നമുക്ക് ഏത് വേണോ അതിൻ്റെ സെവന്ത് ടേം നമുക്ക് എന്ത് ചെയ്യണോടാ കണ്ടുപിടിക്കണം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇതിൽ ഫോർത്ത് ടേമിൻ്റെയും 10th ടേമിൻ്റെയും സം എത്രയുണ്ട 84 ആണ്. എത്രയുണ്ട 84. അതായത് x4 പ്ലസ് നാലാമത്തെ ടേമിൻ്റെയും സം ഓഫ് ടേംസ് ഫ്രം 4th to എന്താണ് 10th, അതായത് x4 x5 x6 x7 x8 x9 x10 ഇങ്ങനെ ഞാൻ എഴുതുന്നതിന് അർത്ഥമുണ്ട് കേട്ടോ, പറഞ്ഞുതരാമേ. അതായത് 4 മുതൽ 10 വരെയുള്ള ടേമിന്റെ സമ്മാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 84 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, ഇവിടെ എത്ര ടേംസ് ഉണ്ട് നമുക്ക് ടോട്ടല്? 1, അവിടെ നിന്ന് നോക്കിയോ, 1 2 3 4 5 6 7. നമുക്ക് എത്ര ടേം ഉണ്ട് ഇവിടെ? 7 ടേം ഉണ്ട്. നമ്മൾ പെട്ടെന്ന് 10 4 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. നമ്മൾ എത്ര ടേം എന്ന് എഴുതി വയ്ക്കും? ഇവിടെ 6 ടേമേ ഉള്ളൂ എന്ന് കരുതും. പക്ഷെ ഇവിടെ 6 ടേം അല്ല, ഇവിടെ എത്ര ടേം ഉണ്ട്? 7 ടേം ഉണ്ട്. എത്ര ടേം ഉണ്ടോ? 7 ടേം ഉണ്ട്. അപ്പോൾ 7 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 7 എന്ന് പറയുന്ന നമ്പർ എന്ത് നമ്പറാണ്? ഒരു ഓഡ് നമ്പറാണ്. എന്ത് നമ്പറാണ്? ഒരു ഓഡ് നമ്പറാണ്. 7 എന്ന് പറയുന്നത് എന്താണ്ടാ മക്കളെ? ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഓഡ് നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? ഓഡ് നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഇൻറ്റു എന്താണ്ടാ? മിഡിൽ ടേം ഇൻറ്റു എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഇൻറ്റു എന്താണ്ടാ? നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടുത്തെ 4 മുതൽ 10 വരെയുള്ള ടേമിന്റെ സം പറയുമ്പോൾ മിഡിൽ നിൽക്കുന്ന ടേം ആരാണ്? മിഡിൽ ടേം ആരാണ്? 7th ടേമാണ്. ഏതാണ്ടാ? 7th ടേം. കണ്ടോ, 7th ടേമാണ് മിഡിൽ ടേം. അപ്പോൾ മിഡിൽ ടേം എന്താണ് നമുക്ക് അറിയില്ല അല്ലേ, നമുക്ക് സം അറിയാം. ഇത്രയും ടൈമിന്റെ സം എത്ര നമുക്ക് അറിയാം? 84. അപ്പോൾ സമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സമ്മിന് പകരം 84 എന്നും. മിഡിൽ ടേം ആയിട്ടുള്ളത് ആരാണ്? മിഡിൽ ടേം ആരാണ്? x7 ആണ്. അതിന് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. x7 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ ആകെ എത്ര ടേംസ് ഉണ്ട്? 7 ടേംസ് ഉണ്ട്. എത്ര ടേംസ് ഉണ്ടോ? 7 ടേംസ്. നമുക്ക് x7 അല്ലേ വേണ്ടത്. ഇപ്പോൾ ഇൻറ്റു 7 ഇപ്പുറത്തോടും എന്താവും? ഡിവൈഡ് ആവും. 84/7 അതാണ് ആര്? x7. സോ x7 ഈക്വൽ ടു 8 7 ഒരു പ്രാവശ്യം പോവും. ശിഷ്ടം 1 14 എത്ര പ്രാവശ്യം പോടാ? 2 പ്രാവശ്യം പോവും. സോ അതിൻ്റെ ആൻസർ എത്രയാണ്? 12. എത്രയുണ്ട മക്കളെ ആൻസർ? 12. എത്രയുണ്ട? 12. ഇനി ക്വസ്റ്റ്യൻ അവിടെ കൊണ്ടും തീരുന്നില്ല. വീണ്ടും അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദി സം ഓഫ് 6th ടേം ആൻഡ് 8th ടേം? അതായത് 6ാമത്തെ ടേമിൻ്റെയും എത്രയുണ്ട? 6ാമത്തെ ടേമിൻ്റെയും 8ാമത്തെ ടേമിൻ്റെയും എന്താണ്? സം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ x7 6ൻ്റെയും 8ൻ്റെയും കറക്റ്റ് മിഡ് ടേം ആണ് ആര്? 7 എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 6ാമത്തെയും 8ാമത്തെയും ടേമിന്റെ സം എന്ന് പറയുന്നത് ആ മിഡ് ടേമിന്റെ എന്താണ്? ഡബിൾ ആയിരിക്കും. മിഡ് ടേമിന്റെ എന്തായിരിക്കും കൂടാ? ഡബിൾ ആയിരിക്കും. മിഡ് ടേം ഇവിടെ ആരാണ്? x7 ആണ്. അതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. 12 ആണ്. 12 × 2 എത്രയുണ്ടാ മക്കളെ? 24. സോ അതിന്റെ ആൻസർ എന്താണ്ടാ? 24. ഇത്രയേ ഉള്ളൂടാ, ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. The 6th term of an arithmetic sequence is 25 and 10th term is 40. First question, what is the second term? നമുക്കിവിടെ ആരൊക്കെ അറിയാം? നമുക്കിവിടെ 6th term അറിയാം. x6 എത്രയാണ്ടാ? 25 എന്നറിയാം. അതുപോലെ 10th term എത്ര എന്നറിയാം? 40 എന്നറിയാം. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? t കണ്ടുപിടിക്കാൻ പറ്റും. Term difference by position difference, x10 minus x6 by 10 minus 6. അപ്പോൾ x10 10ാമത്തെ ടൈം നമുക്ക് അറിയാം എത്രയാണ് അതിൻ്റെ വാല്യൂ? 40 മൈനസ് x6 അതിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? 25 by 10 minus 6 എത്രയാണ് മക്കളെ? 4 ആണ് ആൻസർ. 40 മൈനസ് 25 നമുക്ക് എത്ര കിട്ടും ആൻസർ? 15 അല്ലേ. 15/4 എത്രയാണ്? 15/4. നമുക്കതിൽ ആരെയാണ് വേണ്ടത്? സെക്കൻഡ് ടൈം ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ സെക്കൻഡ് ടൈം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? s2 ഈക്വൽ ടു സെക്കൻഡ് ടൈം വേണം. നമുക്കിവിടെ ഏതൊക്കെ ടൈമിനെ അറിയാം? 6ാമത്തെ ടൈമും അറിയാം, 10ാമത്തെ ടൈമും അറിയാം. അപ്പോൾ രണ്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന ആരാണ്ട? 6ാമത്തെ ടൈം അല്ലേ. അതുകൊണ്ട് ഞാൻ s2 ഈക്വൽ ടു x6 എന്ന് എഴുതി. ശരിയാവൂ? ശരിയാവൂല. 6ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോൾ നമുക്ക് 2 കിട്ടുക? 4 അല്ലേ. അതുകൊണ്ട് തന്നെ മൈനസ് എന്ത് ചെയ്യുക? -4d എന്ന് എഴുതുക. എന്താണ്? -4d എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. x6ന്റെ വാല്യൂ എത്രയാണ്ടാ? 25 മൈനസ് 4 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? d 15/4. ഈ ഒരു 4 കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്യാൻസൽ ചെയ്യാം.
ബാക്കി 25 മൈനസ് 15 എത്ര കിട്ടും ആൻസർ 10. എത്ര കിട്ടും 10. സോ സെക്കൻഡ് ടൈം നമുക്ക് ആൻസർ എത്രയുണ്ട്? സെക്കൻഡ് ടൈമിന്റെ ആൻസർ 10 ആണ്. ഓക്കെ, എടാ അതിൽ അടുത്ത പാർട്ട് നോക്കി. വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ദി നമ്പർ 55 ഇൻ ദി സീക്വൻസ്? അല്ലേ, 55ന്റെ സ്ഥാനം 55 എത്രാമത്തെ ടൈമാണ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് ഡി എന്താണ്? ഒരു വല്ലാത്ത കൊനസ്റ്റ് ഡി ആണ്. അതായത് ഒരു ഫ്രാക്ഷൻ ഫോമാണ് അല്ലേ 15/4. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരല്പം കുഴപ്പിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ 55 എത്രാമത്തെ ടൈം എന്നുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് അത് കണ്ടുപിടിക്കാനായിട്ട് 55ൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്തതിന് ശേഷം അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എത്ര കൂട്ടുക? 1 ആഡ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ പ്രോസസ്സ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതെന്താണ്? ടേം ആണ്. നമുക്ക് ഇത് വേണ്ട. ഈ ഒരു +1 ഉപയോഗിക്കാതെ ഇത്രയും പാർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് ടേം ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറുണ്ട്. ഒരു നമ്പർ എന്നിട്ട് ചോദിക്കും ഇത് ടേം ആണ്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഈ റൗണ്ട് ഇട്ടേക്കുന്ന ഇത്രയും പോർഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഇനി എന്താണ് എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ആൻസർ കിട്ടും. അതുകൊണ്ട് നമ്മൾ എത്ര ഇവിടെ കൂട്ടണം? 1 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? ഒരു ടേം ആണോ എന്ന് മാത്രം ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും മാത്രം ചെയ്യുക. എന്നാൽ അത് എത്രാമത്തെ ടേം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെ ആവശ്യമുണ്ട്? ഫസ്റ്റ് ടൈം ആവശ്യമുണ്ട്. ഫസ്റ്റ് ടൈം നമുക്കിവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ സെക്കൻഡ് ടൈം നമുക്കറിയാം. സെക്കൻഡ് ടൈം എത്രയാണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം എന്തായിരിക്കും? അതിൽ നിന്ന് വീണ്ടും നമുക്ക് എന്താണ് ഡി ആയിട്ടുള്ള 15/4 മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ 10 മൈനസ് എന്താണ്? 10 മൈനസ് 15/4. അപ്പം നമുക്കിവിടെ എഴുതാം. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 55 മൈനസ് ഫസ്റ്റ് ടൈം ഇവിടെ ആരാണ്ട? 10 മൈനസ് 15/4. അങ്ങനെ എഴുതണേ. 10 മൈനസ് 15/4 ബൈ ഡി എന്ന് പറഞ്ഞാൽ ആരാണ്ട? ഡി എന്ന് പറഞ്ഞാൽ 15/4 അല്ലേ? +1. ഒരല്പം കോംപ്ലിക്കേഷൻ കൂടുതലാണ്ട. പക്ഷെ നിങ്ങൾ വറീഡ് ആവണ്ട. നമുക്ക് ബാക്കി ചെയ്യാം. അത് നോക്കിക്കോ. 55 ഈ മൈനസ് നമ്മൾ എന്ത് ചെയ്യും? ഈ 10നും കൊടുക്കും. അതുപോലെ തന്നെ ഈ -6 കൊടുക്കും. -15/4 കൊടുക്കും. അപ്പോൾ 10 എന്താവും? -10 ആവും. -15/4 എന്താവും? +15/4 എന്നാവും. ബൈ താഴെ ഇനി ഉള്ളത് ആരാണ്? 15/4 +1. എടാ ഇവിടെ നോക്കി. 55ൽ നിന്ന് എന്താണ് 10 കുറച്ച് നമുക്ക് എന്ത് കിട്ടും ആൻസർ? 55 മൈനസ് 10 45. 45 പ്ലസ് 15/4. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 15/4 മോളിൽ ചെയ്ത് വരുമ്പോൾ എന്താവും? അത് ഇൻറ്റു ആവും. ഇൻറ്റു എന്താണ്? 4/15 എന്നാവും. എന്താവും? 4/15. അങ്ങനെയല്ലേ നമ്മൾ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുക? റെസിപ്രോക്കൽ എടുത്തല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അതിനോടൊപ്പം തന്നെ ആരുണ്ട്? +1. അതുപോലെ തന്നെ എന്താണ് ഉണ്ട്. ഇനി നമ്മൾ എന്താണ് ഈ 4/15 കൊണ്ട് എന്താണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യുക. അതുപോലെ ഈ 4/15 കൊണ്ട് എന്താണ് 15/4 എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. സോ 45 ഇൻറ്റു 4/15 പ്ലസ് 15/4 ഇൻറ്റു 4/15 പ്ലസ് 1. 45ഉം 15 കൂടെ നമുക്ക് എന്താണ് 15 വെച്ച് തന്നെ വെട്ടാം. 15 ഇൻറ്റു 3 ആണ് 45. 15ൽ 15 ഒരു പ്രാവശ്യം. ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. 15ഉം 15ഉം കൂടെ എന്താവാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി 3 ഇൻറ്റു 4 എത്രയുണ്ടാ മക്കളെ? 12 പ്ലസ് ഇവിടെ എല്ലാം ക്യാൻസൽ ആയി പോയാൽ ബാക്കി 1 ആണ് കേട്ടോ ഉള്ളത്. സോ ആൻസർ 1 + 1. സോ ആൻസർ നമുക്ക് എത്ര കിട്ടും? 14. അതായത് 55 എന്ന് പറയുന്ന ടേം 14ാമത്തെ ടേം ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോടാ? ഇനി വീണ്ടും അതിൽ വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് നമ്പർ മസ്റ്റ് ബി ആഡഡ് ടു 10th ടേം ടു ഗെറ്റ് 13th ടേം? അതായത് 10th ടേമിൻ്റെ കൂടെ എന്താണ് മക്കളെ? 10th ടേമിൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാണ് 13th ടേം കിട്ടുക എന്നാണ്. 10th ടേമിൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാണ് 13th ടേം കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം 10നോടൊപ്പം എത്ര കൂട്ടിയാലാണ് 30 കിട്ടുക? 20 അല്ലേടാ? അപ്പോൾ അവിടെ ആഡ് ചെയ്യേണ്ട സാധനം എന്താണ്? 20D ആണ്. ഏതാണ് ആൻസർ? 20D ആണ്. സോ ആൻസർ 20D ആണ്. 20D എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു ഡി നമുക്ക് എത്രയെന്ന് അറിയാം? ഇവിടെ 15/4 എന്നറിയാം. സോ 4ഉം 20ഉം കൂടെ നമുക്ക് 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 4ൽ 4 1 ടൈം, 20ൽ എന്താണ് മക്കളെ? 5 ടൈം,
5 × 15 ആൻസർ എന്താണ് 75. എത്രയുണ്ട 75. ഓക്കെ, അതായത് 10th ടേമിനോടൊപ്പം 75 കൂട്ടുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക, 30ാമത്തെ ടേം എന്താണ് കിട്ടുക എന്ന് അർത്ഥം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി 9th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 25. 9th ടേം എത്രയുണ്ടാ മക്കളെ 25 ആണ്. അടുത്തത് വാട്ട് ഈസ് ദി സം ഓഫ് ദി ടേംസ് ഫ്രം 5th to 13th ടേം. 5 മുതൽ 13 വരെയുള്ള ടേമിന്റെ സമ്മാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചെയ്ത അതേ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ഇവിടെ എഴുതാം എന്താണ് 5 അല്ലേ, 5ന്റെ ടേം പ്ലസ് 5ന്റെ ടേം 5 6 7 8 9 10 11 12 13. എടാ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. എന്താണ് 5 മുതൽ 13 വരെ എത്ര ടേം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. 5 മുതൽ 13 വരെ അല്ലേ, 13ൽ നിന്ന് 5 കുറയ്ക്കുക, എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് കൂട്ടുക. 13 5 കുറച്ചാൽ 8, 8 1 9 ടേം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതെവിടെ നോക്ക്, 1 2 3 4 5 6 7 8 9 ടേംസ് ഇല്ലേ, ഇവിടെ 9 ടേം ഉണ്ട്. അപ്പോൾ 9 എന്ന് പറയുന്ന നമ്പർ എന്താണ്ടാ, ഒരു ഓഡ് നമ്പർ ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ മിഡ് ടേം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് 9th ടേം തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, 9 എഴുതി കഴിഞ്ഞാൽ 9നോടൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 13 കിട്ടുക, 9 + 4 എന്ത് 13. അതുപോലെ എന്താണ് 4 കൂട്ടിയല്ലേ, 4 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 13. അതുപോലെ നിങ്ങൾ നോക്ക്, 4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും നോക്ക്, 9 4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 5. സോ 9 എന്താണ്ട, 9 ഇവിടെ മിഡിൽ വാല്യൂ ആണ്. 9 ഇവിടെ എന്താണ് മിഡ് വാല്യൂ ആണ്, മിഡ് ടേം ആണ്. 9 എന്താണ്ട ഇവിടുത്തെ മിഡ് ടേം. 9ാമത്തെ ടേം എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്ട മക്കളെ മിഡ് ടേം ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ, ഇത്രയും ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്, ഇത്രയും എന്താണ് ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഇത്രയും, അതായത് നമ്പറുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഓഡാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ സം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, സമ്മിന്റെ ഇക്വേഷൻ എന്താണ്, സം ഈക്വൽ ടു മിഡ് ടേം ഇൻറ്റു അല്ലെ, എന്താണ്ട മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ സം നമുക്ക് അറിഞ്ഞൂടാ, സമ്മാണ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ മിഡ് ടേം ഞാൻ പറഞ്ഞു, മിഡ് ടേം ആരാണ്, 9th ടേം ആണ്. x9 ഇൻറ്റു ഇവിടെ എത്ര ടേംസ് ഉണ്ട്, ഇവിടെ 9 ടേംസ് ഉണ്ട്. എത്ര ടേംസ് ഉണ്ടാ, 9 ടേംസ് ഉണ്ട്. അപ്പോൾ x9 മിഡ് ടേം നമുക്ക് എത്ര എന്നറിയാം, 25 എന്നറിയാം. 25 ഇൻറ്റു എന്താണ്ട 9, 25 ഇൻറ്റു 9 നമുക്ക് എന്ത് കിട്ടും, ആൻസർ 225 എന്നുണ്ട്. എത്ര കിട്ടോടാ, 225 എന്ന് കിട്ടും. വീണ്ടും അതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 17 ടേം ഓഫ് ദി സീക്വൻസ്. ആദ്യത്തെ 17 ടേമിന്റെ നമുക്ക് എന്ത് വേണം, 17 ടേമിന്റെ എന്ത് വേണം, ഇവിടെ സം വേണം. അപ്പോൾ 17 ടേമിന്റെ സം വേണമെങ്കിൽ S17 എന്താണ്ട x17. 17 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡ് ടേം അല്ലെ, മിഡ് ടേം ഇൻറ്റു അല്ലെ, മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അവിടെ എത്രയാണ് 17. 17 ഓടല്ലേടാ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കാൻ കാരണം. 17ന്റെ മിഡ് ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, 17നോടൊപ്പം എന്ത് ചെയ്യുക, 17നോടൊപ്പം 1 കൂട്ടുക. 17നോടൊപ്പം 1 കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 18/2 നമുക്ക് എത്ര കിട്ടും, 9th എന്ന് കിട്ടും. അതായത് 9th ടേം ആണ് ഇവിടുത്തെ എന്ത്, ഇവിടുത്തെ മിഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ x9 ഇൻറ്റു 17. x9 എത്ര നമുക്ക് അറിയാം, 25 എന്നറിയാം. 9th ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്, ഈ സീക്വൻസിന്റെ 9ാമത്തെ ടേം 25 എന്നറിയാം. സോ 25 ഇൻറ്റു എന്ത് ചെയ്യുക, 17 ചെയ്യുക. 25 ഇൻറ്റു 17 ആൻസർ എന്താണ്ടാ 425 എന്ന് കിട്ടും. എത്രയായിട്ട് 425 എന്ന് കിട്ടും. ഈസി അല്ലേടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് ഏതാണ്, നമ്മുടെ സീക്വൻസ് ഏതാണ് ഇവിടെ, 4 10 16 എന്ന് പറയുന്ന സീക്വൻസ്. ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ്. ഡി എത്രയായിരിക്കും ഇവിടെ, ഡി 10 - 4 എത്ര ആയിട്ട് നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും. അടുത്ത വാട്ട് ഈസ് ദി ഡിഫറൻസ് ഓഫ് 6th ടേം ആൻഡ് 11th ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ 11ാമത്തെ ടേമിന്റെയും ഏതാണ്ട 11ാമത്തെ ടേമിന്റെയും 6ാമത്തെ ടേമിന്റെയും ഡിഫറൻസ് വേണം. x11 - x6. 11 - 6 എത്രയാണ്ട 5d. അപ്പോൾ 5 ഇൻറ്റു ഡി എത്ര നമുക്കറിയാം, 6 എന്നറിയാം. 5 ഇൻറ്റു 6 എത്ര 30. എത്രയാണ്ട മക്കളെ 30. എളുപ്പമല്ലേടാ, എളുപ്പമാണ്.
ഇനി അതിൽ മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയേ. മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേം ഓഫ് ദി സീക്വൻസ് ബി 110. അതായത് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേമുകളുടെ ഡിഫറൻസ് 110 ആകുമോ? വൈ? എന്തുകൊണ്ട്? ഏതെങ്കിലും ഇതിലെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു നമ്പർ കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 6 ആണ്. 110നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതെന്താണ്? പോസിബിൾ അല്ല. 110നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കിവിടെ എന്താണ്? ഒരിക്കലും ടേം ഡിഫറൻസ് എത്ര വരില്ല? 110 വരില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അത് തന്നെയാണ് എന്ത് ഇതിന്റെ റീസൺ. ഒരു പെർഫെക്റ്റ് ആൻസർ 110/6 ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്താണ്ട് ഒരു ആൻസർ എന്താണ് ഇവിടെ കിട്ടത്തില്ല. അത് തന്നെയാണ് എന്ത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഫോർത്ത് ടേം നമുക്ക് എത്ര അറിയാം? ഫോർത്ത് ടേം 21 ആണ്. എത്ര? 21ഉം അതുപോലെ 9th ടേം എത്രയാണ്ട മക്കളെ? 41ഉം ആണ്. നമുക്ക് എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം. അപ്പോൾ D = എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ x9 എന്ന് പറഞ്ഞാൽ 41 ബൈ x4 എന്ന് പറഞ്ഞാൽ 21 ബൈ 9 - 4 എന്താണ് മക്കളെ ആൻസർ? 5 ആണ്. 41 - 21 ആൻസർ എന്താണ് മക്കളെ? 20 ആണ്. എത്രയാണ്ട? 20/5 എത്രയാണ്? 4. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്ട മക്കളെ? 4 ആണ്. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ആൻസറായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് ചോദിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്? ഇതിലെന്താണ് ഫസ്റ്റ് ടേം? നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ x1 ആണ് വേണ്ടത്. 1ന്റെ അടുത്ത് നിൽക്കുന്ന ആരാണ്? x4 അല്ലേ? അപ്പോൾ നമുക്കറിയാം 4ൽ നിന്ന് 3 കുറച്ചാലാണ് 1 കിട്ടുക. അപ്പോൾ x4 - 3d. x4ന്റെ വാല്യൂ എന്താണ്? 21 മൈനസ് 3 × d എത്രയാണ്? d എത്രയാണ്? 4. 21 - 3 × 4 എത്രയാണ്? 12 ആണ്. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് വരും. 21 - 12 എത്രയാണ് ആൻസർ? 9 എന്ന് പറയുന്ന ആ ഒരു ആൻസർ കിട്ടും. അടുത്തത്, വാട്ട് ഈസ് ദി 15th ടേം? 15th ടേം നമുക്ക് കണ്ടുപിടിക്കാം. 15ന്റെ അടുത്ത് നിൽക്കുന്ന ആരാണ്? 9 അല്ലേ? അപ്പോൾ x15 നമുക്ക് വേണമെങ്കിൽ ഞാൻ x9 എടുത്തു. 9നോടൊപ്പം 6d കൂട്ടുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? 15 കിട്ടുക അല്ലേ? അപ്പോൾ എന്താണ്? x15 = x9 + 6d. x9ന്റെ വാല്യൂ എത്രയുണ്ട്? x9 41 ആണ്. അപ്പോൾ 41 + 6 × d എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. സോ 41 + 6 × 4 എന്താണ്? 24 അല്ലേ? അപ്പോൾ 5 6 65 എത്രയാണ് നമുക്ക് ആൻസർ? 65 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. വളരെ ഈസി ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദി സം ഓഫ് 8th ടേം ആൻഡ് 19th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 125 അല്ലെ? എന്താണ്? അതായത് 8ാമത്തെ ടേമിന്റെയും 19ാമത്തെ ടേമിന്റെയും സം എത്രയുണ്ട്? 125. വീണ്ടും നമ്മളെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയേ എന്താണെന്നുള്ള ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ. സം ഓഫ് 7th ആൻഡ് 20th ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ 7ാമത്തെയും 20ാമത്തെയും ടൈമിന്റെ സം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണമെന്നാണ്. അപ്പൊ 8 ഒന്ന് കുറഞ്ഞു. 8 എന്ന് പറഞ്ഞപ്പോൾ എത്രയായി? 7 ആയി. 19 ഒന്ന് കൂടി. എത്രയായത്? 20 ആയി. അങ്ങനെയാണെങ്കിൽ അപ്പോഴും അതിന്റെ സം എത്ര തന്നെയാണ്? 125 തന്നെയാണ്. ഇത് എന്താണ്ട സാധനം? എന്താണ്? ഇത് പെയർ ആണ്. ഏതാണ്ട പെയർ. ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. 6th ടേം തന്നിട്ടുണ്ട്. എത്രയെന്ന് പറയുന്നുണ്ട്? 40 എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആരെ വേണം? 21st ടേം വേണം. ഞാൻ എന്താ വീണ്ടും 8 7 വീണ്ടും എന്താ 6 ആക്കി. എന്താക്കി? 7 വീണ്ടും 1 കുറഞ്ഞു, 6 ആയി. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യും? 19 20 അവിടെ എന്താ കൂടെ 1 കൂടും, 21. അപ്പോൾ അതിൻ്റെ സം എത്രയായിരിക്കും? 125 അല്ലേ? അതിൽ 6ാമത്തെ ടൈം എത്ര എന്നാണ് പറയുന്നത്? 40. അങ്ങനെയാണെങ്കിൽ നമുക്ക് S21 കണ്ടുപിടിച്ചുകൂടാ മക്കളെ? എടാ S21 എങ്ങനെ കണ്ടുപിടിക്കും? ഈ +40 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -40 ആവും. 125 - 40 സമം നമുക്ക് എന്ത് കിട്ടും? 85. എത്രയോടാ? 85. ഓക്കെ, നെക്സ്റ്റ് വൺ. ഫൈൻഡ് ദി സം ഓഫ് 26 ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ 26 ടേമിന് എന്ത് കണ്ടുപിടിക്കണോടാ? സം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? S26 = ഏതാണ്ട് S26 അല്ലേ? S26 =
26 എന്ന് പറയുന്നത് എന്താണ് നമ്പർ? ഒരു ഈവൺ നമ്പറാണ്. 26ന്റെ എന്താണ് പകുതി എന്ന് പറഞ്ഞാൽ ആരാണ്ട? 26ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 13 ആണ് അല്ലേ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ 13ഉം 14ഉം ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ പെയർ. 13ഉം 14ഉം. 13 കുറഞ്ഞു വരും, 14 എന്ത് ചെയ്യും? കൂടി കൂടി പോകും അല്ലേ? നമുക്ക് S26 എടുക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ആൻസർ എന്താണ്? സം ഓഫ് പെയർ അല്ലേ? എന്താണ് സം ഓഫ് വൺ പെയർ? സം ഓഫ് വൺ പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർ ആണ്. അപ്പോൾ നമുക്ക് സം ഓഫ് 26 നിങ്ങൾ ഇവിടെ നോക്കിക്കേ. 13 14 ആണ്. ഏതാണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഏതാണ്? 13 13ഉം 14ഉം ആണ്. 13ഉം 14. 13 കുറഞ്ഞു, 12 15 11 16 10 10 17. നമുക്ക് തന്നിട്ടുള്ളവരാണ് 8 ആണല്ലേ? ഓക്കെ, അടുത്തത് 9 18. അടുത്തത് 8 16 17 18 19. 8 19. ഇതവിടെ നോക്ക്. 8ന്റെയും 19 അല്ലേ? 8th ടേമിന്റെയും 19th ടേമിന്റെയും സം എത്ര എന്ന് പറയുന്നുണ്ട്? 125. നമുക്ക് ഇഷ്ടമുള്ള പെയർ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് സം ഓഫ് പെയർ? ആ പെയർ ഏതാണ് എടുക്കാൻ പോകുന്നത്? ആ പെയർ ഞാൻ എടുക്കാൻ പോകുന്നത് X8 പ്ലസ് X19 ആണ്. ഇൻറ്റു ഇവിടെ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു 26 പേരുണ്ട്, 13 അല്ലേ? അപ്പോൾ ആൻസർ ഇവിടെ 13 പേരുണ്ട്. എത്ര പേരുണ്ടാ? 13 പേരുണ്ട്. അപ്പോൾ ഇതിന്റെ സം നമുക്ക് എത്ര എന്നറിയാം? 125 എന്നറിയാം. അതിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക? 125നെ എന്താണ് 13 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. സോ നമുക്ക് ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? 1625 എന്ന് എടുത്തിട്ട് 1625 എന്ന് പറയുന്ന ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യും? ഫൈനലി കിട്ടും. അവിടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 1 3 5 7 etc. ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n ടേം ഓഫ് ദി സീക്വൻസ്. ഈ ഒരു സീക്വൻസിലെ ആദ്യത്തെ n ടേമിന്റെ സം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയേ. 1 3 5 7 ഇതെന്താണ് സാധനം? ഇത് ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം 1 ആണെങ്കിൽ, ഒന്നിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ട? n². ഏതാണ് സമ്മിൻ്റെ ഇക്വേഷൻ? എന്താണ്ട? n² ആണ്. ഏതാണ്ട മക്കളെ? n². ഇപ്പൊ ചോദിക്കുകയാണ് ആദ്യത്തെ 10 ഓഡ് നമ്പറിന്റെ സം എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്ട മക്കളെ? 10ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. അല്ലെങ്കിൽ ആദ്യത്തെ 15 ടൈംസ്, ആദ്യത്തെ 15 ഓഡ് നമ്പറിന്റെ സം ചോദിച്ചാൽ അത് ശ്രദ്ധിക്കണം. ആദ്യത്തെ സ്റ്റാർട്ടിങ് ഫ്രം 1 തന്നെ ആയിരിക്കണം. ഒന്നിൽ നിന്ന് തന്നെ എന്താണ് തുടങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് 15ന്റെ സ്കോർ എന്താണ് ആൻസർ 225 ആണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ SN ഈക്വൽ ടു എന്താണ് മക്കളെ? n² ആണ്. രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. അത് നമുക്ക് അടുത്ത വേണ്ട സം എന്ന് പറഞ്ഞാൽ 1/n 3/n 5/n 7/n അങ്ങനെ പോവുകയാണല്ലേ. നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 1/n പ്ലസ് 3/n പ്ലസ് 5/n പ്ലസ് 7/n പ്ലസ് എക്സെട്ര. നമുക്ക് എല്ലാത്തിൽ നിന്നും ഈ ബൈ എന്നിനെ അങ്ങ് പുറത്തെടുക്കാമല്ലോ. അപ്പോൾ 1/n എന്നാവും. എന്താവും? 1/n എന്നാവും. അപ്പോൾ ഇവിടെ 1/n നിന്ന് 1/n പുറത്ത് ബാക്കി ഇവിടെ ആരാണ്ട? 1 ആണ്. ഇവിടെ 3/n എന്ന് പറയുന്നത് എന്താണ്? 3/n എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 × 1/n എന്നാണ്. അപ്പോൾ 1/n പുറത്ത് വരുമ്പോൾ പിന്നെ ബാക്കി അവിടെ ആരേ ഉള്ളൂ? 3 ഉള്ളൂ. അപ്പോൾ 5/n എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5 × 1/n എന്നാണ്. അപ്പോൾ 5 അതിൽ 1/n പുറത്ത് വന്നാൽ പിന്നെ ബാക്കി അവിടെ ആരാണ്? 5 പ്ലസ് 7 പ്ലസ് എക്സെട്ര. 1/n ഇൻറ്റു നമുക്കിത് അറിയാം 1 + 3 + 5 + 7 അല്ലെ? എന്താണ് ഓഡ് നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താ? n². അപ്പോൾ 1/n × n². താഴെ ഒരു n ഉണ്ട്, മുകളിൽ 2 n ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൂടെ നമുക്ക് ഒരെണ്ണം വെട്ടിക്കളയാം. ബാക്കി നമുക്ക് എന്ത് ആൻസർ കിട്ടും? n എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ ആൻസർ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് വളരെ എളുപ്പമാണ്. ഇനി മൂന്നാമത്തതും ഇതുപോലെ തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കി, ഈ ഒരു സീക്വൻസിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് അതുപോലെ തന്നെ അങ്ങ് ചെയ്യാം. എന്താണ്? 1/2025 പ്ലസ് 3/2025 പ്ലസ് 5/2025 പ്ലസ് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം? 1/2025 എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. പിന്നെ ബാക്കി ഇവിടെ ആര് കിട്ടും? 1 + 3 + 5 + എക്സെട്ര.
ഇങ്ങനെ പോവും ആണല്ലോ. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അവരെന്താണ് 2025 ടേമിന്റെ സമ്മാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് വേണ്ടത്. എന്താണ് 2025 ടേമിന്റെ സമ്മാണ് വേണ്ടത്. അപ്പോൾ 1/2025 അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 + 3 + 5 അങ്ങനെ പോകുന്ന നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ 2025 ടേമുകളുടെ സം വേണമെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 2025 സ്ക്വയർ. അതായിരിക്കും അതിന്റെ ആൻസർ. സോ ഇതിന്റെ ആൻസർ, ഈ ഒരു സാധനത്തിന്റെ ആൻസർ, ഇത്രയും സാധനത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 2025 സ്ക്വയർ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ആൻസർ. സോ നമുക്ക് ഇവിടെ താഴെ ഒരു 2025 മുകളിൽ 2025 ഉണ്ടല്ലോ, അതിന്ന് പറഞ്ഞാൽ ഇവിടെ വെട്ടിക്കളഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ 2025 എന്നുള്ള ആ ഒരു ഫൈനൽ ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻ വളരെ ആൻസർ എന്താണ് വളരെ നിസ്സാരമാണ്. ഓക്കെ, അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദി സം ഓഫ് 4th and 6th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 120 അല്ലേ? എന്താണ്? അതായത് 4ാമത്തെ ടേമിൻ്റെയും 6ാമത്തെ ടേമിൻ്റെയും സം എന്ന് പറഞ്ഞാൽ എന്താണ്? 120 ആണ്. നമുക്ക് ആരെ വേണം? 5th ടേം വേണം. നമുക്കറിയാം 4ന്റെയും 6ന്റെയും കറക്റ്റ് നടുക്കായിട്ട് വരുന്നതാണ് ആര്? 5th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ എന്താണ്? 4ന്റെയും അല്ലെ x4ന്റെയും 6ന്റെയും സം എന്ന് പറയുന്നത് നടുക്കുള്ള x5ന്റെ എന്തായിരിക്കും? നടുക്കുള്ള x5ന്റെ ഡബിൾ ആയിരിക്കും. ഇൻറ്റു എന്തായിരിക്കും? ഇൻറ്റു 2 ആയിരിക്കും. സോ നമുക്ക് 4ന്റെ 6ന്റെ സം എത്ര എന്നറിയാം? 120 = 2 × x5. അപ്പൊ ഇൻറ്റു 2 ഇപ്പുറത്തും എന്താ കൂടെ മക്കളെ? ഡിവൈഡ് ആവും. 120/2 എത്രയാണ്? 60. അപ്പൊ 5th ടേം നമുക്ക് എത്ര കിട്ടും? 5th ടേം 60 എന്ന് കിട്ടും. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ പറയുന്നത്? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 9 ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ 9 ടേമുകളുടെ സം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? S9 = അല്ലെ 9 ടേമിന്റെ സം ചോദിച്ചാൽ 9 എന്ന് പറയുന്നത് നമ്പറാണ്? ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മുടെ റൂൾ എന്താണ്? മിഡ് ടേം ഇൻറ്റു അല്ലേ? മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡ് ടേം ഇൻറ്റു എന്താണ്? മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. 9 ആണെങ്കിൽ 9 + 1/2 10/2 എത്രയാണ്ടാ മക്കളെ? എത്രയാണ്? 5. അപ്പോൾ x5 ഏതാണ്ടാ മക്കളെ? x5 5ാമത്തെ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അതിനകത്ത് എത്ര ടേം ഉണ്ട്? 9 ടേം ഉണ്ട്. എത്ര ടേം ഉണ്ടാ? 9. അപ്പോൾ ഇൻറ്റു എന്താണ്? ഇൻറ്റു 9. 5th ടേമിന്റെ ആൻസർ എത്രയാണ്? 5th ടേം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയെന്ന് അറിയാം? ഇപ്പോൾ 60. 60 × 9 6 × 9 54 പിന്നെ 0 കൂടെ കൊടുക്കുക. അപ്പോൾ അത്രയാണ് 540. അപ്പോൾ നമുക്ക് കിട്ടി 9 ടേമിന്റെ എന്താണ് സം എത്ര കിട്ടി? 540 എന്ന് കിട്ടി. എടാ അതിൽ മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദി സെക്കൻഡ് ടേം ഓഫ് ദി സീക്വൻസ് 20 ഫൈൻഡ് ദി 8th ടേം ഓഫ് ദി സീക്വൻസ്. അപ്പോൾ അവിടെ എന്താണ് എന്തോ ഒരു പെയർ സിസ്റ്റം അവിടെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. 2 മുതൽ 8 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 മുതൽ 8 വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ വരുന്ന മിഡ് ടേം ആരാണ്? 2ന്റെ 8ന്റെ ഇടയിൽ വരുന്ന മിഡ് ടേം ആരാണ്? നമുക്ക് സെക്കൻഡ് ടേമിന്റെയും 8th ടേമിന്റെയും കൂടെ സം ആണ് എനിക്ക് വേണ്ടത് എന്ന് തന്നെ വിചാരിച്ചോ നിങ്ങൾ. അപ്പൊ 2ന്റെയും 8ന്റെയും കറക്റ്റ് മിഡ് ആയിട്ട് വരുന്ന ആരാണ്? 5th ടേം ആണ്. ആരാണ്ടാ വരുന്നത്? 5th ടേം. അതായത് 8ൽ നിന്ന് 2 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 8 2 കുറച്ച് 6 ആണ്. 6നെ ഞങ്ങൾ എന്താണ്? പകുതി 3 ആക്കുക. നമുക്ക് ഇവിടെ 2ന്റെ കൂടെ x2ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ എത്ര കൂട്ടുമ്പോൾ? 3 പ്ലസ് ചെയ്യുമ്പോൾ 3 കൂട്ടുമ്പോൾ നമുക്ക് ആരെ കിട്ടും? 5 കിട്ടും. വീണ്ടും എന്താണ് ഇവിടെ എന്താണ്? അതിൻ്റെ കൂടെ നമ്മൾ 5ന്റെ കൂടെ എന്താണ്? 3 കൂട്ടി വെക്കുക. 5നോടൊപ്പം 3 കൂട്ടി നമുക്ക് എന്ത് കിട്ടും? x8 കിട്ടും അല്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെയും 8ന്റെയും ഇടയ്ക്കൊക്കെ വരുന്ന നമ്പറാണ്. കറക്റ്റ് മിഡ് ആയിട്ട് വരുന്ന വാല്യൂ ആണ് ഏതെന്ന് പറഞ്ഞാൽ x5 എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ S2ന്റെയും x5ന്റെയും സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S2 + x8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നടുക്കുള്ള മിഡ് ടൈം ആയിട്ടുള്ള x5ന്റെ ഡബിൾ ആയിരിക്കും. ഇൻറ്റു 2 ആയിരിക്കും. അതിൽ സെക്കൻഡ് ടൈം എത്ര എന്ന് പറയുന്നുണ്ട്? 20 എന്ന് പറയുന്നുണ്ട്. x8 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x5 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ് ആൻസർ? 60. 60 × 2. അപ്പോൾ 20 + x8 = 60 × 2 120. നമുക്ക് x8 ആണ് വേണ്ടത്. +20 അപ്പുറത്തും എന്താവൂടാ? മൈനസ് ആവും. അപ്പോൾ 120 - 20 എത്രയാവും നമുക്ക് ആൻസർ? 100. എത്രയാണ് ആൻസർ? 100. ഓക്കെടാ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇത്രയും എന്താണ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപിടിച്ച് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു വീഡിയോസ് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക.
നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് ബൈ.